ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഗജാനൻ മഹാരാജാവിൻ്റെ അമ്പലത്തിൽ തൊഴാൻ വേണ്ടി വന്നേക്കാണ്. ഇതെന്ന് പറയുന്നത് ബുൾഡാണ ഡിസ്ട്രിക്റ്റിലുള്ള ഷേഗാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഗജാനൻ മഹാരാജാവിൻ്റെ അമ്പലം. ഇത് ഗജാനൻ മഹാരാജാവ് എന്ന് പറഞ്ഞാൽ സായിബാബയുടെ സമയത്തുള്ള ഒരു സന്യാസി ശ്രേഷ്ഠനായിരുന്നു. അദ്ദേഹം എവിടുന്ന് വന്നു എന്നോ അങ്ങനെയുള്ള എവിടെ ജനിച്ചു എന്നോ എവിടുന്ന് വന്നു എന്നോ ഒന്നും അറിയില്ല. 23 ഫെബ്രുവരി 1878 ഇവിടെ ഷേഗാവ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു വളരെ പണക്കാരനായ ഒരു ആളുടെ വീട്ടിലെ ഒരു സദ്യ കഴിഞ്ഞ് എച്ചിലകൾ കൂട്ടിയിട്ടിരുന്നിടത്ത് എച്ചില കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ആദ്യമായിട്ട് ഗജാനൻ മഹാരാജാവിനെ അങ്ങനെയാണ് കാണുന്നത്. ഒരു കുട്ടിയാണ് കണ്ടത്. ഒരു 10 വയസ്സുള്ള ഒരു കുട്ടിയാണ് ഇങ്ങനെ എച്ചില ഭക്ഷിക്കുന്ന മഹാരാജാവിനെ ആദ്യമായിട്ട് കണ്ടത്. അത് കഴിഞ്ഞ് അദ്ദേഹം ഷേഗാവിൽ കുറേ കാലങ്ങളൊക്കെ താമസിച്ചു. ഒരുപാട് അത്ഭുതങ്ങളൊക്കെ ചെയ്തു. വെള്ളമില്ലാത്ത കിണറ്റിൽ വെള്ളം ഉണ്ടാക്കി, കുഷ്ഠരോഗികളെ ചികിത്സിച്ച് ഭേദമാക്കി. അങ്ങനെയൊക്കെ അദ്ദേഹം ഒരുപാട് അത്ഭുതങ്ങളൊക്കെ ചെയ്തു. ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ ബാലഗംഗാധര തിലകനെയൊക്കെ കണ്ടിട്ടുണ്ട്. പുള്ളിയെ പോയി ബാലഗംഗാധര തിലകന് അനുഗ്രഹങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗജാനൻ മഹാരാജാവ് 8 സെപ്റ്റംബർ 1910 സമാധിയായത്. നമ്മുടെ സായിബാബ ആണെങ്കിൽ 1919 സമാധിയാകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഗജാനൻ മഹാരാജാവിൻ്റെ സമാധി സ്ഥലമാണ് ഈ ഷേഗാവിൽ. നമ്മളത് തൊഴാൻ വേണ്ടിയിട്ട് ഇന്ന് അവധിയായിരുന്നു, May 1. അപ്പം നമ്മുടെ കൂട്ടത്തിലുള്ള കൂട്ടുകാരുമായിട്ടൊക്കെ ആണ് വന്നത്. അപ്പം ഇവിടെ വീഡിയോഗ്രാഫി അധികമൊന്നും അലൗഡ് അല്ല. പുറത്തുള്ള സ്ഥലങ്ങളൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. പിന്നെ അമ്പലത്തിൻ്റെ ഒരു വ്യൂ ദൂരെ നിന്നെങ്കിലും കിട്ടുവാണെങ്കിൽ കാണിക്കാൻ പറ്റും. ഗജാനൻ മഹാരാജാവിൻ്റെ ഫോട്ടോ എടുക്കാനോ വീഡിയോഗ്രാഫി അവിടെ അലൗഡ് അല്ല. നമ്മൾ അമരാവതിയിൽ നിന്ന് കാറിലാണ് വന്നത്. കാർ പാർക്കിംഗ് ചെയ്തിട്ട് അമ്പലത്തിൻ്റെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര വലിപ്പമുള്ള ഒരു അമ്പലമാണ്. ഇവിടെ 2 സൈഡിലും കടകളൊക്കെയുണ്ട്. അതുപോലെ അവിടെ നല്ല പേടയൊക്കെ കിട്ടുന്ന കട കണ്ടു. അതുപോലെ തന്നെ പൂക്കളും അതുപോലെ ആഭരണങ്ങളും ഒക്കെ കിട്ടുന്ന കടയുണ്ട്. അതിൽ കൂടെ നമ്മൾ ആദ്യമേ അമ്പലത്തിൻ്റെ അടുത്തുള്ള ചപ്പൽ സ്റ്റാൻഡിലേക്കാണ് ആദ്യം പോകുന്നത്. അപ്പോൾ ഈ ഗജാനൻ മഹാരാജാവ് ഒരുപാട് അത്ഭുതങ്ങളൊക്കെ കാണിച്ച മനുഷ്യനാണ്. അദ്ദേഹത്തെക്കുറിച്ചൊരു കഥയുണ്ട്. അദ്ദേഹം ദിഗംബരനായ സന്യാസിയായിരുന്നു. ഒരു പ്രാവശ്യം അദ്ദേഹം ട്രാവൽ ചെയ്തപ്പോൾ ഒരു ട്രെയിനിൽ ബൈ മിസ്റ്റേക്ക് ലേഡീസിൻ്റെ കമ്പാർട്ട്മെൻറ്റിലാണ് കയറിയത്. അദ്ദേഹത്തെ ഇറക്കി വിട്ട് കഴിഞ്ഞപ്പോൾ ആ ട്രെയിൻ സ്റ്റാർട്ടാകുന്നില്ലായിരുന്നു. പിന്നെ സ്റ്റേഷൻ മാസ്റ്റർ വന്ന് അദ്ദേഹത്തെ തിരിഞ്ഞറിഞ്ഞ് അദ്ദേഹത്തെ കയറ്റിക്കഴിഞ്ഞാണ് ട്രെയിൻ സ്റ്റാർട്ടായത്. എൻജിൻ കംപ്ലൈൻ്റ് ആയിപ്പോയായിരുന്നു. നമ്മൾ കണ്ടില്ലേ എൻട്രൻസ്, അമ്പലത്തിൻ്റെ എൻട്രൻസ് കണ്ടില്ലേ? അതിൽ കൂടെ നമ്മൾ അകത്തേക്ക് കടക്കുകയാണ്. ക്യൂവിൽ നിൽക്കുകയാണ്. വളരെ വൃത്തിയാണ്. എല്ലായിടും AC-യും കൂളറും അതുപോലെ ഫാനൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള സ്ഥലത്തൂടാണ് നമ്മൾ നടക്കുന്നത്. എൻ്റെ കൂടെ ഞങ്ങളുടെ ഓഫീസിലെ തന്നെ പ്രവീണുണ്ട്, വിപിനുണ്ട്, അതുപോലെ കിരണുണ്ട്. ഇവിടുത്തെ ഒരു ചപ്പൽ സ്റ്റാൻഡിൻ്റെ പ്രത്യേകത കണ്ടില്ലേ? ഈ ചപ്പൽ സ്റ്റാൻഡിലാണെങ്കിൽ മരങ്ങൾ അതേപോലെ നിർത്തിയിട്ടാണ് ചപ്പൽ വെച്ചിരിക്കുന്നത്. ഓരോ ചപ്പലിനും ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ഇന്ന നമ്പർ മുതൽ ഇന്ന നമ്പർ വരെ ഈ സ്റ്റാൻഡെന്ന്. ചപ്പൽ സ്റ്റാൻഡിൽ ചപ്പൽ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് കൈയും കാലും ഒക്കെ കഴുകിയിട്ടാണ് നമ്മൾ മെയിൻ അമ്പലത്തിൻ്റെ ക്യൂവിലേക്ക് കയറാൻ പോകുന്നത് ദർശനത്തിനുള്ള. വലിയ അമ്പലമാണ്, വളരെ ഫേമസ് ആയിട്ടുള്ള അമ്പലമാണ്. അവിടെ എത്ര പേര് നിന്നു അത്രയും പേർക്കും അവിടെ അന്നദാനം കൊടുക്കുന്നുണ്ട്. ഹായ് ഫ്രണ്ട്സ്, നമ്മളപ്പോൾ ചെരുപ്പൊക്കെ വെച്ചിട്ട് കാലൊക്കെ കഴുകി ഇനിയും ഭഗവാന്റെ സമാധിയിൽ ദർശനത്തിന് പോവുകയാണ്. അപ്പോൾ അകത്ത് വീഡിയോ പറ്റുമോ എന്നറിയില്ല. കിട്ടുന്നിടം വരെയുള്ള വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. നമ്മൾ പിന്നെയും മെയിൻ ക്യൂവിലേക്ക് കയറാനായിട്ട് നടക്കുകയാണ്. ഇത്ര ഭാഗം മാത്രമേ വെയിലത്ത് നടന്നാൽ മതി. പിന്നെ മുഴുവൻ AC-യും കൂളറും ഒക്കെയുള്ള സംവിധാനങ്ങളാണ് അവിടെ ഉള്ളത്.
ഇവിടെ നിന്നാണ് നമ്മൾ മെയിൻ ക്യൂവിലേക്ക് കിടക്കുന്നത്. ഇന്ന് അവധിയായത് കാരണം ഭയങ്കര തിരക്കാണെന്ന് തോന്നുന്നു. ക്യൂ കണ്ടില്ലേ, ഭയങ്കര തിരക്കാണ്. മിനിമം ഒരു 1.5-2 മണിക്കൂർ വേണ്ടി വരും ദർശനത്തിനായിട്ട്. പക്ഷെ ക്യൂ പെട്ടെന്ന് നീങ്ങുന്നുണ്ട്. ഇതാണ് ഗജാനൻ മഹാരാജാവിൻ്റെ ഒരു ഫോട്ടോ. ദിഗംബര സന്യാസിയായിരുന്നു. ഇവിടെയും നമുക്ക് ഗജാനൻ മഹാരാജാവിനെ കാണാം. ഇത് അമ്പലത്തിൻ്റെ ഒരു വ്യൂ ആണ്. അമ്പലത്തിനകത്ത് ചെന്ന ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല, ക്യൂവിൽ നിന്ന് എടുത്തതാണ്. ഇവിടെയാണ് മഹാരാജാവിൻ്റെ സമാധി. നമ്മൾ അമ്പലത്തിൽ ചെന്ന് ദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങി. ഇത് അമ്പലത്തിൻ്റെ ഒരു വ്യൂ. ഞാൻ ഒരു വിധം ഒന്ന് ഫോട്ടോ എടുക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. ഞാൻ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു.